രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഒരുക്കങ്ങളിൽ വീഴ്ച പറ്റിയെന്ന് ആന്റണി എം പി. പ്ലാൻ ബിയെക്കുറിച്ച് ഫലപ്രദമായി ആലോചിച്ചില്ല. കോൺക്രീറ്റ് ഉണങ്ങാനുള്ള സമയം കിട്ടാത്തതാണ് ഹെലികോപ്റ്റർ താഴാൻ കാരണം. ഹെലികോപ്റ്റർ വരുന്ന സമയത്ത് പരിസരത്തേക്ക് തെരുവുനായ ഓടിക്കയറിയെന്നും ആന്റണി പറഞ്ഞു. നമുക്ക് രാഷ്ട്രപതിയുടെ പരിഗണന, രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രോട്ടോക്കോളിൽ ഒന്നാമതാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനം വരുമ്പം ഒരു പ്ലാൻ എ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ബി വേണ്ടേ? പ്ലാൻ ബി തയ്യാറാക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു വീഴ്ചയാണ് ഹെലികോപ്റ്റർ ഇവിടെ താഴുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് പോലും തെരുവുനായയുടെ ശല്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ആളുകൾ അതൊന്ന് ചിന്തിക്കണം. നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നും ഉണ്ടായില്ല എന്നും ഒക്കെ പറയുന്നതിനിടയിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് ദർശനം നടത്തിയത്. തിരിച്ചുപോയോ? അമൃത, രാഷ്ട്രപതി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങി. രാവിലെ ലാൻഡ് ചെയ്ത പ്രമാടത്ത് ഹെലിപ്പാഡിൽ നിന്നും തന്നെയാണ് രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുള്ളത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. അതേ ഹെലിപ്പാഡിൽ നിന്ന് തന്നെ രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത്. ഏതായാലും രണ്ട് പ്രതികരണങ്ങളാണ് കുറച്ച് മുമ്പ് നമ്മൾ കേട്ടത്. ആദ്യം ജനീഷ് കുമാറിൻ്റെ പ്രതികരണമായിരുന്നു. മാധ്യമപ്രവർത്തകർ കണ്ടതിലുള്ള തെറ്റായിരിക്കാം അത്തരമൊരു സുരക്ഷാ വീഴ്ച, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെ വീല് കോൺക്രീറ്റിൽ താഴ്ന്നു പോയി എന്നൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല, താനവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇത്തരം വാർത്ത കേരളത്തിന് വളരെയധികം അപമാനം ഉണ്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതിനുശേഷം എം പിയുടെ പ്രതികരണമാണ് പുറത്തു വന്നത്. ആന്റണി എം പിയുടെ പ്രതികരണമാണ് വന്നത്. ആന്റണി എം പി പറയുന്നത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ്. ഒരു പ്ലാൻ ബി, അതായത് നിലയ്ക്കൽ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെവിടെ ലാൻഡ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ പ്ലാൻ ബിയിൽ സെറ്റ് ചെയ്തിടേണ്ട ഹെലിപ്പാഡുകളോ ഒന്നും തന്നെ അതിനെപ്പറ്റി ഒന്നും കൃത്യമായ ധാരണ സിസ്റ്റത്തിനില്ലായിരുന്നു എന്നാണ് ആന്റണി കൂട്ടിച്ചേർത്തത്. ഏതായാലും ഒരു ജനപ്രതിനിധി, അതായത് പത്തനംതിട്ടയിലെ കോന്നി മണ്ഡലത്തിലെ MLA പറയുന്നു സുരക്ഷാ വീഴ്ച ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, മാധ്യമപ്രവർത്തകർക്ക് തോന്നിയ ഒരു അബദ്ധമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ തോന്നലായിരിക്കാം ഇത്തരം ഒരു സുരക്ഷാ വീഴ്ച എന്നാണ് പറഞ്ഞത്. മറ്റൊരു ആൾ, അതേ രാഷ്ട്രപതി റിസീവ് ചെയ്ത ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് MP. അദ്ദേഹം പറയുന്നു ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന്. അതോടൊപ്പം തെരുവുനായ അവിടേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു കാര്യമാണ് MP കൂട്ടിച്ചേർത്തത്. ഏതായാലും നിലവിൽ അയ്യപ്പനെ കണ്ട് രാഷ്ട്രപതി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. വിവാദങ്ങൾ ഇനിയും അടങ്ങിയിട്ടില്ല. ഈ ഹെലിപ്പാഡിനെ ചൊല്ലിയുള്ള വിവാദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാഷ്ട്രപതി മടങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകർ ആ ഹെലിപ്പാഡിൽ പരിശോധന നടത്തുകയുണ്ടായി. ചെറിയ വിള്ളലുകൾ ഹെലിപ്പാഡിൽ രൂപപ്പെട്ടു എന്നല്ലാതെ ചക്രം താഴ്ന്നു പോയതിൻ്റെ പാടുകളൊന്നും ഹെലിപ്പാഡിൽ കാണാൻ കഴിഞ്ഞില്ല. നേരിട്ട് പോയി കണ്ടതാണ്. ഏതായാലും രാഷ്ട്രപതി ശബരിമല സന്ദർശനം പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് മടങ്ങി. അമൃത.